കാസിയോ റിംഗ് വാച്ചസ് അല്ലത്. ഇതാണ് ഗാച്ച അഥവാ ഗാച്ചപോൺ. ജാപ്പനീസ് കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയ ഒരു ക്യാപ്സ്യൂൾ ടോയ്. ജപ്പാനിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗാച്ച. അമേരിക്കയിൽ ജന്മം കൊണ്ട ചൂയിങ് ഗം മെഷീൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രൂപമാറ്റം വരുത്തിയിട്ടോ ആണ് ഈ ഗാച്ച മെഷീൻസ് തുടക്കം കുറിച്ചതെന്ന് പറയപ്പെടുന്നു. വെൻഡിങ് മെഷീനിൽ പൈസ ഇട്ടതിന് ശേഷം ഹാൻഡിൽ തിരിക്കുമ്പോൾ നമുക്കൊരു ക്യാപ്സ്യൂൾ കിട്ടുന്നു. അതിനുള്ളിലാണ് ഈ ടോയ് ഉണ്ടാകുന്നത്. ഏത് ടോയ് ആണ് കിട്ടുന്നത് പറയാൻ പറ്റില്ല. ആ ഒരു സർപ്രൈസ് എലമെന്റ് ആണ് ഈ ഒരു സംഭവത്തിനെ നിലനിർത്തുന്നത്. ജാപ്പനീസ് അനിമെ ഓർ മാംഗ ക്യാരക്ടേഴ്സ്, മിനിയേച്ചേഴ്സ്, അനിമൽസ് ആൻഡ് മാസ്കോട്ട്സ് ഇതൊക്കെയാണ് ഇതിലെ പ്രധാന താരങ്ങൾ. നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ കാണുന്നതെല്ലാം കാസിയോ ലൈസൻസ്ഡ് ഗാച്ചസ് ആണ്. അസാധ്യമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിലിംഗ് തന്നെയാണ് ഗാച്ച ടോയ്സിന്റെ അഥവാ മിനിയേച്ചറുകളെ പ്രശസ്തമാക്കുന്ന ഒരു കാര്യം. DW5000, AE1200, A159, DCB611 എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത് നേരി കാണണമെന്നുണ്ടെങ്കിൽ കാസിയോ എക്സ്ക്ലൂസീവ് സ്റ്റോർ MG റോഡ് കൊച്ചിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ഫ്രം ജപ്പാനാണ്. മറ്റൊരു കാര്യം കൂടി, ഇതവിടെ സെയിലിന് വെച്ചിരിക്കുന്നതല്ലാട്ട, ഒരു കൗതുകത്തിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇന്ത്യയിൽ എവിടെയും ലഭ്യമാകാത്തൊരു വസ്തുവാണല്ലോ, അതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഹോട്ട് വീൽ കളക്ഷൻ പോലെ തന്നെ ഗാച്ച കളക്ഷനും വളരെ വലിയൊരു ഹോബിയാണ്. അത് മാത്രമല്ല റയർ ആയിട്ടുള്ള ഗാച്ചാസ് ഒക്കെ ഇരട്ടിയിലധികം വിലക്കാണ് വിറ്റുപോകുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ജപ്പാനിൽ നിന്ന് വാങ്ങിയ ഗാച്ചാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്തോട്ടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.